ടോപ്പിക്ക് പ്രിസ്ക്രിപ്ഷൻ ആണ്. പ്രിസ്ക്രിപ്ഷന് ആക്ച്വലി 4 സ്റ്റെപ്പാണ് ഉള്ളത്. പ്രിസ്ക്രിപ്ഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നത് അത് സിസ് ആലോചിച്ചാൽ മതി. SISS. എസ് ഫസ്റ്റ് ലെറ്റർ സൂപ്പർസ്ക്രിപ്ഷൻ ആണ്. ഫസ്റ്റ് ലെറ്റർ സൂപ്പർസ്ക്രിപ്ഷൻ ആണ്. രണ്ടാമത്തത് ഇൻസ്ക്രിപ്ഷൻ ആണ്. പിന്നെ സബ്സ്ക്രിപ്ഷൻ, സിഗ്നേച്ചർ. ഓക്കെ, സിസ് ആണ്, സൂപ്പർസ്ക്രിപ്ഷൻ, ഇൻസ്ക്രിപ്ഷൻ, സബ്സ്ക്രിപ്ഷൻ, സിഗ്നേച്ചർ. ഇതിന്റെ പ്രിസ്ക്രിപ്ഷൻ എന്ന വേർഡിന്റെ ലാറ്റിൻ വേർഡാണ് കേട്ടോ. ഒറിജിൻ ലാറ്റിൻ വേർഡാണ് ഒറിജിൻ. അതിൽ 2 പ്രിസ്ക്രിപ്റ്റോ എന്നാണ് ലാറ്റിൻ വേർഡ് വരുന്നത്. അതിൽ പ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോറിനും സ്ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ റൈറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രിസ്ക്രിപ്ഷൻ ഇത് ലാറ്റിൻ വേർഡ് എന്ന് ആലോചിച്ച് വയ്ക്കാം. പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ റിട്ടൺ ഡോക്യുമെന്റ് ആണ് ഗിവൺ ബൈ ദ ഫിസിഷ്യൻ ടു ദ ഡിസ്പെൻസർ ഫോർ പ്രിപ്പറേഷൻ of required medication as well as instruction about the mode of intake for the particular patient at a particular time. Prescription എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ written document ആണ് given by the patient to the given by the physician to the dispenser. ഇതിൽ preparation of medicines ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതിന്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഇനി വരുന്നുണ്ട്. ഫസ്റ്റ് വരുന്ന അസിസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് സൂപ്പർസ്ക്രിപ്ഷൻ ആണ്. അതെന്തായിരിക്കും? നമ്മൾ പേഷ്യന്റെ പേരും ഏജും ജെൻഡറും അഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സൂപ്പർസ്ക്രിപ്ഷനിൽ വരുന്നത്. സിമ്പിൾ RX. ദിസ് സൈൻ വാസ് ഒറിജിനലി എംപ്ലോയ്ഡ് എസ് സൈൻ ഓഫ് ജൂപ്പിറ്റർ. RX എന്ന് എഴുതുമല്ലോ, അത് ജൂപ്പിറ്ററിന്റെ സൈൻ ആണ്. ഇറ്റ് ഈസ് നൗ യൂസ്ഡ് എസ് അബ്രിവിയേഷൻ ഫോർ ലാറ്റിൻ വേർഡ് റെസിപ്പി ടു റിസീവ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇത്രയും 3 കാര്യങ്ങളാണ് നമ്മൾ സൂപ്പർസ്ക്രിപ്ഷനിൽ വരുന്നത്. നെയിം, ജെൻഡർ, ഏജ്, അഡ്രസ്, പിന്നെ RX എന്നുള്ളതും ടു ടേക്ക് ജൂപ്പിറ്ററിന്റെ സൈൻ ആണെന്നും കൂടി അത് ആലോചിച്ച് വെക്കുക കേട്ടോ. അതില് നെക്സ്റ്റ് വരുന്നത് ഇൻസ്ക്രിപ്ഷൻ ആണ്. ഇൻസ്ക്രിപ്ഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് നമ്മൾ പേര് വിളിക്കും. ബോഡി ഓഫ് പ്രിസ്ക്രിപ്ഷൻ ആണ് ഇൻസ്ക്രിപ്ഷൻ. ഓക്കെ, ബാക്കിയെല്ലാം S ആണല്ലോ. ഈ I മാത്രമാണ് വേറിട്ട് നിൽക്കുന്നത്. ഓർക്കാൻ വേണ്ടി പറയുന്നതാണ്. അത് അതിന്റെ ബോഡിയാണ്. ബോഡി ഓഫ് പ്രിസ്ക്രിപ്ഷൻ ആണ് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതിൽ എന്തായിരിക്കും? ഒന്ന് നെയിം ഓഫ് ദ റെമഡി, പിന്നെ അതിൻ്റെ എന്തായിരിക്കും? പൊട്ടൻസി ആയിരിക്കും, പിന്നെ എത്ര ക്വാണ്ടിറ്റി വേണമെന്നുള്ളത്, പിന്നെ ആ റെമഡി ഏത് വെഹിക്കിൾ നമ്മൾ നൽകും. അപ്പൊ നെയിം ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ വെഹിക്കിൾസ്. നമ്മളെ പ്രിസ്ക്രിപ്ഷനിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്ക്രിപ്ഷൻ ആണ് വരിക. ഓക്കെ, അപ്പൊ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ബോഡി ഓഫ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയും. അതിന് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അതിൽ നെയിം ഓഫ് ദ റെമഡി, അതിന്റെ പൊട്ടൻസി, ക്വാണ്ടിറ്റി, പിന്നെ നെയിം ഓഫ് ദ വെഹിക്കിളും അതിന്റെ ക്വാണ്ടിറ്റി. ഇത്രയാണ് ഇൻസ്ക്രിപ്ഷനിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് സബ്സ്ക്രിപ്ഷൻ ആണ്. സബ്സ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഡിസ്പെൻസർക്ക് എന്തൊക്കെയാണോ നമ്മൾ ഡയറക്ഷൻ കൊടുക്കുന്നത്, അതായത് ഫാർമസിസ്റ്റിന് എന്തൊക്കെയാണോ ഡയറക്ഷൻ കൊടുക്കുന്നത് അതൊക്കെയാണ് സബ്സ്ക്രിപ്ഷനിൽ വരുന്നത്. ഓക്കെ, സിഗ്നേച്ചർ നമ്മൾ പേഷ്യന്റിന് കൊടുക്കുന്നതാണ്. ഓക്കെ, ഡയറക്ഷൻ ടു ദ പേഷ്യന്റ്. അത് മാത്രമല്ല ഒരു ഫിസിഷ്യന്റെ സൈനും അദ്ദേഹത്തിന്റെ സൈൻ വിത്ത് ഡേറ്റ് ആൻഡ് രജിസ്റ്റർ നമ്പർ. ഇത്രയാണ് സിഗ്നേച്ചറിൽ വരുന്നത്. ഡയറക്ഷൻ ടു ദ പേഷ്യന്റ് എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ഒന്ന്, എങ്ങനെയാണ് മെഡിസിൻ എടുക്കേണ്ടതെന്നുള്ളത് എപ്പോഴും റിപ്പോർട്ട് ചെയ്യണം. പിന്നെ ചില അഡ്വൈസസ് ലൈക്ക് ഡയറ്റ് ആൻഡ് റെജിമെൻ, അല്ലെങ്കിൽ വല്ല ഇൻവെസ്റ്റിഗേഷനോ കാര്യങ്ങളോ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏതിൽ എഴുതാം? സിഗ്നേച്ചറിൽ എഴുതാം. ഇത്രയാണ് പ്രിസ്ക്രിപ്ഷനിൽ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഈ പാർട്ടിന് ചോദിക്കലുണ്ട്. സിമ്പിളും ആണ്. ഓക്കെ, അപ്പൊ പ്രിസ്ക്രിപ്ഷൻ ലാറ്റിൻ വേർഡ് ആണ്. പ്രിസ്ക്രിപ്ഷനിൽ 4 പാർട്സ് ആണുള്ളത്. സൂപ്പർസ്ക്രിപ്ഷൻ, ഇൻസ്ക്രിപ്ഷൻ, സബ്സ്ക്രിപ്ഷൻ ആൻഡ് സിഗ്നേച്ചർ. സൂപ്പർസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ പേരും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പ്ലസ് RX എന്നുള്ളതും വരുന്നത് സൂപ്പർസ്ക്രിപ്ഷൻ ആണ്. ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബോഡി ഓഫ് പ്രിസ്ക്രിപ്ഷൻ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് പ്രിസ്ക്രിപ്ഷനിൽ. അപ്പൊ എന്തായിരിക്കും? റെമഡി റിലേറ്റഡ് ആയിരിക്കും എപ്പോഴും. റെമഡി മാത്രമല്ല വെഹിക്കിളും കൂടി അതിൽ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് വരുന്നത് സബ്സ്ക്രിപ്ഷൻ ആണ്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാർമസിസ്റ്റിന് അല്ലെങ്കിൽ ഡിസ്പെൻസ് ചെയ്യുന്ന ആരാണോ അവർക്ക് കൊടുക്കുന്ന ഡയറക്ഷൻസ് ആണ് സബ്സ്ക്രിപ്ഷനിൽ വരുന്നത്. സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ പേഷ്യന്റിന് കൊടുക്കുന്നതും പ്ലസ് ഒരു ഡോക്ടറുടെ അദ്ദേഹത്തിന്റെ സൈനും ഡേറ്റും രജിസ്റ്റർ നമ്പറുമാണ് സിഗ്നേച്ചർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്.
ഇതാണ് അതിന്റെ എക്സാമ്പിൾ. ടെക്സ്റ്റ് കൊടുത്ത എക്സാമ്പിൾ തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞല്ലോ സൂപ്പർസ്ക്രിപ്ഷൻ, അതേപോലെ തന്നെ അർപ്പിത മണ്ഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് പേര്, അവരുടെ ഏജ്, അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് RX വരുന്നത് സൂപ്പർസ്ക്രിപ്ഷനിലാണ്. നെക്സ്റ്റ് റെമഡിയും കാര്യങ്ങളും വരുന്നത് ഏതിലാണ്? ഇൻസ്ക്രിപ്ഷനിലാണ്, അതിന്റെ വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ. പിന്നെ സബ്സ്ക്രിപ്ഷനിൽ എന്താണ് എങ്ങനെയാ കൊടുക്കേണ്ടതെന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സിഗ്നേച്ചർ പാർട്ടിലാണ് എന്ത് വരുന്നത്? പേഷ്യന്റിനുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. പ്ലസ് ഡോക്ടറുടെ പേരും ഡോക്ടറുടെ പേരും സൈനും ഡേറ്റും രജിസ്റ്റർ നമ്പറും. പേരിന്റെ നമ്മളിപ്പോൾ സിഗ്നേച്ചർ എഴുതുമ്പോൾ അതിന്റെ മുകളിൽ പേര് എഴുതണം എന്നാണ് പറയാം. സോറി, താഴെ. പിന്നെ പ്രിസ്ക്രിപ്ഷനിൽ നമ്മൾ കുറെ അബ്രിവേഷൻസ് ഉണ്ട് അല്ലെ പഠിക്കാനും. അതിൽ കുറച്ച് അബ്രിവേഷൻസ് മാത്രം ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. ബാക്കി നിങ്ങൾ ടെക്സ്റ്റ് റെഫർ ചെയ്യണം കേട്ടോ. AC എന്ന് പറയുമ്പോൾ AC ബിഫോർ ഫുഡ് ആണ്. ഓക്കെ, AC ബിഫോർ ഫുഡ് ആണ്. എഡ്ലിബ് എറ്റ് പ്ലഷർ എഡ് അസ് എക്സ്റ്റർ ഫോർ എക്സ്റ്റേണൽ യൂസ്. AC-യും BC-യും ഉണ്ട് കേട്ടോ, രണ്ടും. AC എന്ന് പറയുമ്പോൾ ബിഫോർ ഫുഡ് ആണ്. എഡ്ലിബ് എറ്റ് പ്ലഷർ ആണ്. എഡസ് എക്സ്റ്റർ എന്ന് പറയുമ്പോൾ എക്സ്റ്റർ ഉള്ളത് കൊണ്ട് അത് എക്സ്റ്റേണൽ യൂസ് ആണ്, ഓർമ്മിച്ച് വെക്കാം. എഡ്ഹിബ് ടു ബി അഡ്മിനിസ്ട്രേറ്റഡ് ആണ്. BD നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യണത്, ഇപ്പൊ അത്ര സിമ്പിൾ ചോദിക്കാറില്ല എങ്കിലും കോമൺ ആയിട്ടുള്ളത് എപ്പോഴും അറിഞ്ഞു വെച്ചിരിക്കണം. അതെല്ലാരും ആൻസർ ചെയ്യുന്നതായിരിക്കും, വിട്ടുപോകാൻ പാടില്ല. BD എന്ന് പറയുന്നത് ട്വൈസ് ഡെയിലി. BAD എന്ന് പറയുന്നത് ട്വൈസ് ഇൻ എ ഡേ ആണ്. കാപ്പിയന്റ് എന്ന് പറയുമ്പോൾ ടു ബി ടേക്കൺ. കോൾസ് ആമ്പിൾ എന്ന് പറയുന്നത് എ ടേബിൾ സ്പൂൺ. കോൾസ് മേഡ് എന്ന് പറയുമ്പോൾ ഡിസേർട്ട് സ്പൂൺഫുൾ. ദെൻ കോൾ പാർ എന്ന് പറയുമ്പോൾ ടീസ്പൂൺഫുൾ. കോളി ഐ ലോഷൻസ് എപ്പോഴോ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. Can't rum continue the same medicine. Nip out on alternate days. Dose a dose ആണ്. Frequently. GR a grain ആണ്. GTT a drop ആണ്. HSS to be taken at bed time. M mix ആണ്. ഇതിൽ റെഡ് കൊണ്ട് മാർക്ക് ചെയ്തത് ഇമ്പോർട്ടന്റ് ആണെന്നാണ്. ബാക്കി ഇമ്പോർട്ടന്റ് തന്നെയാണ് കേട്ടോ. കൊളിയർ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് ഐ ലോഷൻ എന്ന് പറയുന്നത്. പിന്നെ MENI എന്നുള്ളത് നമുക്കറിയാം, കേട്ടാൽ തന്നെ ഒരു ഐഡിയ കിട്ടുന്നത് മോർണിംഗ് ആണ്. മിനിമം. മിസ്റ്റ് മിക്സ്ചർ ആണ്. എമ്മും മിക്സ് ആട്ടോ. M ഡോട്ട് പറയുമ്പോൾ മിക്സ് ആണ്. MIST ഡോട്ട് എന്ന് പറയുമ്പോൾ A മിക്സ്ചർ ആണ്. NM എന്ന് പറയുമ്പോൾ നൈറ്റ് ആൻഡ് മോർണിംഗ്. നോക്ട് നമുക്കറിയാലോ, എറ്റ് നൈറ്റ് ആണ്. OD എവറി ഡേ. OH എവറി അവർ. OMN MA എന്ന് പറയുമ്പോൾ എവറി മോർണിംഗ്. OMN നോക്ട് എന്ന് പറയുമ്പോൾ എവറി നൈറ്റ്. P.A എന്ന് പറയുമ്പോൾ ടു ബി ടു ദ എഫക്റ്റഡ് പാർട്സ് ആണ്. PC ആഫ്റ്റർ ഫുഡ്. QID 4 times a day. SOS if necessary. TID thrice daily. Trite എന്ന് പറയുമ്പോൾ ട്രൈറ്റുറേറ്റ് ആണ്. വാക്വൻ empty stomach. ഇതിൽ റെഡ് ലെറ്റർ മാത്രമല്ല കേട്ടോ, ബാക്കി ഇമ്പോർട്ടൻ്റ് ഒക്കെ തന്നെയാണ്. ഇതിലും കൂടുതൽ ഒരുപാട് അബ്രിവേഷൻസ് ടെക്സ്റ്റിലുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് വായിച്ചിരിക്കണം. ഓക്കെ, ഇത്രയാണ് പ്രിസ്ക്രിപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. അടുത്ത റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ലെജിസ്ലേഷൻസ് ഇൻ ഹോമിയോപ്പത്തിക് ഫാർമസി ആണ്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമ്മൾ പരമാവധി ബൈഹാർട്ട് പഠിക്കാൻ ശ്രമിക്കുക. ചില എന്താ പറയാ ക്ലൂസോ കാര്യങ്ങളോ എന്തെങ്കിലും ഇതിന്റെ ഈസി ആയിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, എനിക്ക് ഓർമ്മയുള്ളത്. ഓക്കെ, ഇപ്പൊ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് എന്ന് പറയുമ്പോൾ 1940, റൂൾ എന്ന് പറയുമ്പോൾ 1945 ആണ്. ഓക്കെ, ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1940, റൂൾ എന്ന് പറയുമ്പോൾ 1945 ആണ്. അതില് നെക്സ്റ്റ് പാർട്ട് 4 ഇമ്പോർട്ടൻ്റ് ആയിട്ട് 30AA ആണ്. ഇമ്പോർട്ട് ന്യൂ ഹോമിയോപ്പത്തിക് മെഡിസിൻ.
32A എന്ന് പറയുമ്പോൾ പാക്കിംഗ് ആൻഡ് ലാബിലിംഗ് ഹോമിയോപ്പത്തിക് മെഡിസിൻ. ഓക്കെ, പാർട്ട് 4 വരുന്നതാണ്. 30AA എന്ന് പറയുമ്പോൾ ഇമ്പോർട്ട് ഓഫ് ന്യൂ ഹോമിയോപ്പത്തിക് മെഡിസിൻ. 32AA പാക്കിംഗ് ആൻഡ് ലാബിലിംഗ് ഓഫ് ഹോമിയോപ്പത്തിക് മെഡിസിൻസ്. മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല 6ലും 7ലൊക്കെയാണ്, എല്ലാതും ഇടയ്ക്ക് വരാറുണ്ട്, അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. ഫസ്റ്റിലത്തെ ഇമ്പോർട്ടൻറ്റ് പാർട്ടിൽ വരുന്നത് നമ്മൾ പാർട്ട് 6A ആണ്. 6Aയിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ സെയിൽസ് ഓഫ് ഹോമിയോപ്പത്തിക് മെഡിസിൻസ് ആണ്. ഓക്കെ, സെയിൽസ് ഓഫ് ഹോമിയോപ്പത്തിക് മെഡിസിൻസ് ആണ്. ഇതിൽ 67 തൊട്ടാണ് പാർട്ട് 6 തുടങ്ങുന്നത്. 67 തൊട്ടിട്ട് A തൊട്ടിട്ട് 67H വരെ ഉണ്ട് കേട്ടോ. ഇത്രയാണ് സെയിൽസ് ഓഫ് ഹോമിയോപ്പത്തിക് മെഡിസിൻ പാർട്ട് 6Aയിൽ വരുന്നത്. 67A എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു എയിൽ തന്നെ 3 പാർട്ട് ഉണ്ട് കേട്ടോ. അതായത് അപ്പോയിന്റ്മെന്റ് ഓഫ് ലൈസൻസിങ് അതോറിറ്റി മാത്രമല്ല, 67Aയിൽ മെയിൻ ആയിട്ട് അപ്പോയിന്റ്മെന്റ് ഓഫ് ലൈസൻസിങ് അതോറിറ്റി ആണ്. അത് ഏത് അതോറിറ്റിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആക്ച്വലി സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കേട്ടോ. സെയിൽസ് ഹോമിയോപ്പത്തിക് മെഡിസിൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ലൈസൻസിങ് അതോറിറ്റി, ലൈസൻസ് കൊടുക്കുന്ന അതോറിറ്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. 67Aയിൽ തന്നെ രണ്ടാമത്തത് ആപ്ലിക്കേഷൻ ഫോർ ഗ്രാന്റ് അല്ലെങ്കിൽ റിന്യൂവൽ ഓഫ് ലൈസൻസ്. ഒന്നിക്കൽ ലൈസൻസ് ഗ്രാന്റ് ചെയ്യുക അല്ലെങ്കിൽ റിന്യൂ ചെയ്യാം. ടു സെൽ എന്തിനുള്ള ആപ്ലിക്കേഷൻ ആണ്? ഒന്നുകിൽ സെൽ ചെയ്യാൻ, സ്റ്റോക്ക് ചെയ്യാൻ, എക്സിബിറ്റ് ഫോർ സെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്തിക് മെഡിസിൻ. ഓക്കെ, ഇത്രയാണ് വരുന്നത്. ആക്ച്വലി റിന്യൂവൽ ആണെങ്കിൽ എക്സ്പയറിക്ക് ശേഷമാണെങ്കിൽ വിത്തിൻ 6 months ആണെങ്കിൽ 250 rupees പേ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിന്നെയും ലേറ്റ് ആവുകയാണെങ്കിൽ ഓരോ മാസവും 50 രൂപ വെച്ച് അടക്കണം. ഓക്കെ, അപ്പം 67Aയിൽ വരുന്നത് ഫസ്റ്റത്തെ അപ്പോയിന്റ്മെന്റ് ഓഫ് ലൈസൻസിങ് അതോറിറ്റി, സെക്കൻഡ് വൺ ആപ്ലിക്കേഷൻ ഫോർ ദ ഗ്രാന്റ് ഓർ റിന്യൂവൽ ഓഫ് ലൈസൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? സെൽ, സ്റ്റോക്ക് ആൻഡ് എക്സിബിറ്റ് ഫോർ ദ സെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്തിക് മെഡിസിൻ. ഓക്കെ, 67Aയിൽ മൂന്നാമത്തത് ഡാമേജ് ഓർ ലോസ് ഓഫ് ലൈസൻസ്. ഈ ലൈസൻസ് എങ്ങനെയെങ്കിലും ഡാമേജോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടൊരു എഡീഷണൽ ഫീ കൊടുത്താൽ മതി, 80 rupees. അങ്ങനെയാകുമ്പോൾ ലൈസൻസ് ഡാമേജോ ലോസാവോ ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത്രയും പറഞ്ഞത് 67Aയിലാണ്. മെയിനായിട്ടുള്ള ലൈസൻസിങ് അതോറിറ്റീൻ്റെ അപ്പോയിൻമെന്റ്, പിന്നെ ലൈസൻസ് റിന്യൂവലും കാര്യങ്ങളും റിലേറ്റഡ് ആയിട്ട്, പിന്നെ ഡാമേജോ ലോസോ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഉണ്ടാക്കാൻ പറ്റും. ഇത്രയാണ് 67Aയിൽ വരുന്നത്. 67B എന്ന് പറയുമ്പോൾ അതോറിറ്റിനെ അപ്പോയിന്റ് ചെയ്തല്ലോ, അപ്പൊ അതിനുശേഷം എന്താണ് അതിന്റെ അതോറിറ്റിന്റെ പവേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയണം. അതാണ് 67B എന്ന് പറയുന്നത്, പവേഴ്സ് ഓഫ് ലൈസൻസിങ് അതോറിറ്റി. അടുത്ത 67C ആണ്. 67C എന്ന് പറയുന്നത് ഫോം ഓഫ് ലൈസൻസ് ടു സെൽ ദ ഡ്രഗ്സ്. അതായത് ഡ്രഗ്സ് സെൽ ചെയ്യാനുള്ള ഫോം. അത് 20C or 20D ആണ് ഫോം. ഓക്കെ, ഇതൊന്നിക്കൽ ഗിവ് ഓർഡർ ഇൻ റൈറ്റിംഗ് ഓർ പവർ ടു സൈൻ ഓർ ലൈസൻസ്. 67C എന്ന് പറയുമ്പോൾ എന്താണ് വേണ്ടത്? ഫോം ഓഫ് ലൈസൻസ് ആണ്. ഏതൊക്കെയാണ്? 2 ഫോം ആലോചിക്കുക, 20Cയും 20D ആണ്. ടു സെൽ ദ ഡ്രഗ്സ്, അതാണ് 67C. 67D എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങൾ സെയിൽ ചെയ്യാം. സെയിൽ ഇറ്റ് മോർ ദൻ 1 places ആണ് 67D എന്ന് പറയുന്നത്. ഓക്കെ, D എന്ന് പറയുമ്പോൾ മോർ ദൻ 1 places. ഓക്കെ, ഈ മോർ ദൻ 1 placesൽ സെയിൽ ചെയ്യണമെങ്കിൽ ആക്ച്വലി സെപ്പറേറ്റ് ലൈസൻസ് വേണം കേട്ടോ. അവർക്ക് സെപ്പറേറ്റ് ലൈസൻസ് എന്ത് വേണം? സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കണം. അടുത്തത് 67E ആണ്. ഞാൻ ഈ പറയുന്നത് പോയിന്റ് അല്ലാത്ത, ഇമ്പോർട്ടൻ്റ് അല്ലാതാണ് പറയുന്നത്, ജസ്റ്റ് മനസ്സിലാക്കുക. 67E എന്ന് പറയുമ്പോൾ ഡ്യൂറേഷൻ ഓഫ് ലൈസൻസ് ആണ്. സാധാരണ ഡ്യൂറേഷൻ ഓഫ് ലൈസൻസ് പറയുമ്പോൾ എപ്പോഴും 5 years ആണ് കേട്ടോ വരിക. അത് നമ്മൾ ലൈസൻസിന് എക്സ്പയർ ആയി കഴിഞ്ഞാൽ വിത്തിൻ 6 months റിന്യൂ ചെയ്യണം. എപ്പോഴാണോ ലൈസൻസ് ഗ്രാന്റ് ചെയ്യുന്നത് അത് തൊട്ടിട്ട് 5 years ആണ് കണക്കാക്കുക. അതാണ് 67E എന്ന് പറയുന്നത്. ഡ്യൂറേഷൻ ഓഫ് ലൈസൻസ് ആണ്, 5 years ആണ്. അതിന്റെ ലൈസൻസിന്റെ എക്സ്പയർ ആയി കഴിഞ്ഞാൽ വിത്തിൻ 6 months നമ്മൾ അത് റിന്യൂ ചെയ്യണം. അടുത്ത 67EE ആണ്, സർട്ടിഫിക്കറ്റ് ഫോർ റിന്യൂവൽ. സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യേണ്ട, ലൈസൻസ് റിന്യൂ ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ്, അത് ഫോം 20E ആണ് കേട്ടോ. നേരത്തെ 20Cയും 20Dയും പറഞ്ഞത് ലൈസൻസ് ടു സെൽ, ലൈസൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല. ഇത് റിന്യൂവലിന്റെ ഫോം ആകുമ്പോൾ 20E ആണ് കേട്ടോ വരുന്നത്. അതാണ് 67EE പറയുന്നത്.
അടുത്തത് ഇത് കേൾക്കാൻ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഏരിയ ആയിരിക്കും കേട്ടോ. ഫാർമസി പൊതുവെ കുറെ പഠിക്കാനുള്ളത്, മനസ്സിലാക്കാൻ കമ്പാരിറ്റീവ്ലി കുറവാണ്. നിങ്ങളിത് കേൾക്കുക, റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുക, എഴുതി വെക്കുക, എന്നിട്ട് പഠിക്കുക. അടുത്ത 67F ആണ്. എഫ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ലൈസൻസ് കിട്ടുന്നതിന് മുന്നേ ഉള്ള കുറച്ച് സാറ്റിസ്ഫാക്ടറി ഫാക്ടേഴ്സ് ഉണ്ട്, കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ് ബിഫോർ എ licensee in form of 20C and form of 20D is granted. അതാണ് 67F എന്ന് പറയുന്നത്. കണ്ടീഷൻസ് ആണ്. കണ്ടീഷൻസ് ടു ബി സാറ്റിസ്ഫൈഡ് ബിഫോർ എ ലൈസൻസ് ഇൻ ദ ഫോം ഓഫ് 20C or 20D is granted. എന്തൊക്കെ കണ്ടീഷൻസ് ആണെന്നാണ് 67F പറയുന്നത്. അടുത്തത് 67G എന്ന് പറയുമ്പോൾ കണ്ടീഷൻ ഓഫ് ലൈസൻസ്, അതായത് ഈ പ്രിമൈസസിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പ്രിമൈസസ് ഒക്കെ ക്ലീൻ ആയിരിക്കണം, പേഴ്സൺ കോമ്പറ്റന്റും പിന്നെ ക്ലീൻ ആയിട്ട് ഉണ്ടായിരിക്കണം, ലൈസൻസ് പെർമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്പെക്ട് ചെയ്യാൻ എപ്പോഴും അനുവദിക്കണം. ഇൻ ദ സെൻസ് എവിടേക്കാണ് സെയിൽ റെക്കോർഡും അല്ലെങ്കിൽ പർച്ചേസ് റെക്കോർഡും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കാണിക്കണം. ഇതൊക്കെയാണ് കണ്ടീഷൻസ് ഓഫ് ലൈസൻസ് പറയുന്നത്. അടുത്ത 67GG ആണ്. ഈ എന്താ പറയുക, ഇൻസ്പെക്ടേഴ്സ് വരുമ്പോഴും അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻസ്പെക്ടർ ബുക്കും കാര്യങ്ങളൊക്കെ അവര് കയ്യിൽ വെക്കണം, എന്നിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇതൊക്കെയാണ് കണ്ടീഷൻസ് ഓഫ് ലൈസൻസ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് 67GG ആണ്. അതായത് additional information to be furnished by an applicant for the license or to the licensing authority. ലൈസൻസിങ് അതോറിറ്റിക്ക് നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുള്ളത്. അതായത് ഈ പ്രിമൈസസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഇതിൽ പറയുന്നത് എഡീഷണൽ ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ. മറ്റേത് ആ ഒരു പ്രിമൈസസ് റിലേറ്റഡ് ആയിട്ട് ക്ലീൻ ആണോ, അല്ലെ പേഴ്സൺസിന് അവരുടെ കോമ്പറ്റൻസിയും പിന്നെ ക്ലീൻ ആയിട്ടുള്ള ഏരിയാസും പിന്നെ അവര് സ്റ്റോക്കും സെയിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് റെക്കോർഡും കാര്യങ്ങളൊക്കെയാണ് കണ്ടീഷൻ ഓഫ് ലൈസൻസ് 67G പറയുന്നത്. 67GG എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. അതായത് ആ ഒരു എന്താ പറയാ, അവരുടെ പ്രിമൈസസ് ഉണ്ടല്ലോ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ്. അത് അവരുടെ സ്വന്തം ഓണർഷിപ്പിലാണോ അല്ലയോ അങ്ങനെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് 67GG കാണിക്കേണ്ടത്. ആപ്ലിക്കേഷൻ അത് സ്പെസിഫൈ ചെയ്യണം എന്നാണ് പറയുന്നത്. അടുത്തത് 67H ആണ്. ഏറ്റവും ലാസ്റ്റിലത്തെ പാർട്ടാണ് 6A. 67H എന്ന് പറയുമ്പോൾ ക്യാൻസലേഷൻ ഓഫ് സസ്പെൻഷൻ ഓഫ് ലൈസൻസ് ആണ്. ലൈസൻസ് കിട്ടാനുള്ള ആ പ്രിമൈസസ് അല്ലെങ്കിൽ അവരുടെ കമ്പനി ഫെയിലിയാണ്, ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ ഫെയിലിയാണെങ്കിൽ അവർക്ക് 3 മാസത്തിന് ശേഷം എല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു അപ്പീൽ കൊടുക്കാം സ്റ്റേറ്റ് ഗവൺമെന്റിന്. സ്റ്റേറ്റ് ഗവൺമെന്റ് അയാളുടെ അപ്പീലിന് മുകളിൽ ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അത് ഫൈനൽ ആയിരിക്കും. ഒന്നുകിൽ ക്യാൻസലേഷനോ സസ്പെൻഷനോ അല്ലെങ്കിൽ ലൈസൻസ് കൊടുക്കുകയോ ചെയ്യും. അതാണ് 67H പറയുന്നത്. ക്യാൻസലേഷൻ ആൻഡ് സസ്പെൻഷൻ ഓഫ് ലൈസൻസ് കൊടുക്കുന്ന പ്രിമൈസസ് അവരുടെ കണ്ടീഷൻസും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ഇല്ലെങ്കിൽ അവർക്ക് ലൈസൻസ് കൊടുക്കത്തില്ല. അങ്ങനത്തെ കേസിൽ അവർക്ക് അപ്പീൽ പോവാം. അപ്പീൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് മുന്നിലാണ് അപ്പീലിന് പോകേണ്ടത്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫൈനൽ ആയിരിക്കും. ഇത്രയാണ് 67A പറയുന്നത്. സോറി 67 അല്ല 6A പറയുന്നത്. ഓക്കെ, അപ്പൊ 6A എന്ന് പറയുമ്പോൾ 67 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 67 A തൊട്ടിട്ട് H വരെയാണുള്ളത്. അതായത് ഹോമിയോപ്പത്തിക് മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് ലൈസൻസിങ് അതോറിറ്റി അവരുടെ പവർ, പിന്നെ മെഡിസിൻസ് സെല് ചെയ്യേണ്ടത്, പിന്നെ ഒന്നിലധികം സ്ഥലങ്ങൾ സെല് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് റിന്യൂവൽ, പിന്നെ ആ പ്രിമൈസസിൽ എന്തൊക്കെ വേണം എന്നുള്ളത്, പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻസും, പിന്നെ ക്യാൻസലേഷൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് 6ൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മാനുഫാക്ചർ ഫോർ സെയിൽ ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്തിക് മെഡിസിൻ. ഓക്കെ, അതാണ് 7ൽ വരുന്നത്. മാനുഫാക്ചർ ഫോർ സെയിൽ ഓർ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്തിക് മെഡിസിൻസ്. ഹോമിയോപ്പത്തിക് മെഡിസിൻസിന്റെ സെയിലിനോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനോ.
അതാണ് 7ൽ വരുന്നത്. 7 എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ 6 എന്ന് പറയുമ്പോൾ 67ലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, പക്ഷെ ഇവിടെ 7 എന്ന് പറയുമ്പോൾ 85ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 85A എന്ന് പറയുമ്പോൾ മാനുഫാക്ചർ മോർ ദാൻ വൺ സെറ്റ് ഓഫ് പ്രിമൈസസ്. ഓക്കെ, ഒന്നിലധികം സ്ഥലങ്ങളിൽ മാനുഫാക്ചർ ചെയ്യുന്നതിനുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് 85Aയിൽ കൊടുത്തിട്ടുള്ളത്. അതിലെന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെപ്പറേറ്റ് ആപ്ലിക്കേഷനും വേണം, സെപ്പറേറ്റ് ലൈസൻസും വേണം 85Aയിൽ. നേരത്തെ നമ്മൾ 67ലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ മോർ ദാൻ വൺ പ്ലേസസിൽ ചെയ്യുന്നത്. 67Dയിലാണ് അത് പറഞ്ഞത്. മോർ ദാൻ വൺ പ്ലേസസ് ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ലൈസൻസും സെപ്പറേറ്റ് ആപ്ലിക്കേഷനും വേണം. സെയിം തിങ് ആണ് ഇവിടെയും. 85A എന്ന് പറയുമ്പോൾ മാനുഫാക്ചർ മോർ ദാൻ വൺ സെറ്റ് ഓഫ് പ്രിമൈസസ് ആണെങ്കിൽ സെപ്പറേറ്റ് ആപ്ലിക്കേഷനും വേണം, സെപ്പറേറ്റ് ലൈസൻസും വേണം. അടുത്ത 85B ആണ്. 85B എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻ ഫോർ ലൈസൻസ് ടു മാനുഫാക്ചർ ഹോമിയോപ്പത്തിക് മെഡിസിൻസ്. ഹോമിയോപ്പത്തിക് മെഡിസിൻ മാനുഫാക്ചർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫോമും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, 85Bയിൽ ഫോം 24C ആണ് നമ്മൾ ഇതിൽ കൊടുക്കേണ്ടത് ആപ്ലിക്കേഷൻ്റെ കൂടെ. ഇതിൽ ഓരോന്നിനും ഓരോ ഇത്ര പൈസ വേണമെന്നൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ടിഞ്ചറും പൊട്ടൻസിയും രണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 200 റുപ്പീസ് ആണ്. പൊട്ടൻസീസിന് 200, ബാക്ക് പൊട്ടൻസി 200, അങ്ങനെ ഓരോന്നിനും ഡിഫറെന്റ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. റിന്യൂവൽ നമുക്ക് വിത്തിൻ 6 മന്ത് ചെയ്യാം ലൈസൻസ്. അതിന് 250 റുപ്പീസ് ആണ്. അതിനുശേഷം ഓരോ മന്തിലും 50 റുപ്പീസ് അവർ ഈടാക്കുമെന്ന് പറയുന്നുണ്ട്. ഡാമേജോ ലോസോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 50 റുപ്പീസ് എക്സ്ട്രാ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഇത്രയാണ് ആപ്ലിക്കേഷൻ ഫോർ ലൈസൻസ് ടു മാനുഫാക്ചർ ഹോമിയോപ്പത്തിക് മെഡിസിനിൽ 85Bയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അടുത്തത് 85C ആണ്. 85C എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ടു മാനുഫാക്ചർ ന്യൂ ഹോമിയോപ്പത്തിക് മെഡിസിൻസ്, അതായത് പുതിയതായിട്ടുള്ള ഹോമിയോപ്പത്തിക് മെഡിസിൻസ് മാനുഫാക്ചർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ. റൂൾ 21 അനുസരിച്ചിട്ടാണ് ഇത് അനുവദിക്കുന്നത്. ഓക്കെ, 85C എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻ ടു മാനുഫാക്ചർ ന്യൂ ഹോമിയോപ്പത്തിക് മെഡിസിൻ റൂൾ 21 അനുസരിച്ചാണ് ഇത് അനുവദിച്ചു കൊടുക്കുന്നത്. പിന്നെ 85D ആണ്. ഡി എന്ന് പറയുമ്പോൾ ഫോം ഓഫ് ലൈസൻസ് ടു മാനുഫാക്ചർ ഹോമിയോപ്പത്തിക് മെഡിസിൻ. ഹോമിയോപ്പത്തിക് മെഡിസിൻ മാനുഫാക്ചർ ചെയ്യാനുള്ള ഫോം ഷാൽ ബി ഗ്രാൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് 25C. 25Cയിലാണ് അത് ഗ്രാൻഡ് ചെയ്യേണ്ടത്. 85D എന്ന് പറയുമ്പോൾ ഫോം ഓഫ് ലൈസൻസ് ടു മാനുഫാക്ചർ ഹോമിയോപ്പത്തിക് മെഡിസിൻ, അത് ഗ്രാൻഡ് ചെയ്യേണ്ടത് 25Cയിലാണ്. C എന്ന ഫോമിലാണ് അത് ഗ്രാൻഡ് ചെയ്യപ്പെടുന്നത്. 85E എന്ന് പറയുമ്പോൾ കണ്ടീഷൻ ഫോർ ഗ്രാൻഡ് ഓർ റിന്യൂവൽ ഓഫ് ലൈസൻസ് ഇൻ ദ ഫോം ഓഫ് 25C. നേരത്തെ പറഞ്ഞല്ലോ ഫോം ഓഫ് ലൈസൻസിന്റെ ഫോം 25C ആണെന്ന്. ആ 25Cയിൽ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രാൻഡ് ചെയ്യണ്ടെങ്കിൽ റിന്യൂവൽ ലൈസൻസും കാര്യങ്ങളും അതിന്റെ കണ്ടീഷൻസ് റിലേറ്റഡ് ആയിട്ടില്ലേ പറയുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ടെക്നീഷ്യൻ സ്റ്റാഫൊക്കെ കോമ്പറ്റന്റ് ആയിരിക്കണം, അവർക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം, ക്വാളിഫൈഡും ആയിരിക്കണം, എപ്പോഴും എന്താ ഫുൾ ടൈം അത് ഹോൾ ടൈം എംപ്ലോയി ആയിരിക്കണം. അവർ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഫുൾ ടൈം എംപ്ലോയി ആയിരിക്കണം. പിന്നെ ഈ അതായത് ഫാർമസീൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ഫാർമസിയിൽ ഗ്രാജുവേറ്റ് ആയിരിക്കണം. പ്ലസ് 18 മന്ത് എങ്കിലും അവർക്ക് എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനത്തെ കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ മാത്രമേ അവർക്ക് ലൈസൻസ് കൊടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ റിന്യൂ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം റിന്യൂ ചെയ്തിട്ട് അവർക്ക് കിട്ടും. പിന്നെ പറയുന്നത് വെച്ചാൽ പ്രിമൈസസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. പ്രിമൈസസ് ഫാക്ടറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കണം. അതായത് നമ്മൾ ഇപ്പോൾ ക്രൂഡ് ഡ്രഗ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് മാനുഫാക്ചറിങ് ആണല്ലോ വരുന്നത്. അപ്പൊ എന്താണ് ക്രൂഡ് ഡ്രഗ്സും കാര്യങ്ങളും ടിഞ്ചേഴ്സും റോ മെറ്റീരിയൽസ് ഒക്കെ അറിയാൻ കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഉണ്ടായിരിക്കണം. അത് റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ റെസിഡൻഷ്യൽ പർപ്പസിന് വർക്ക് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ പ്രിമൈസസ് നിന്ന് വിട്ടു നിന്നിട്ടുള്ള കുറച്ച് ദൂരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിമൈസസിൽ മാത്രമേ അവർക്ക് റെസിഡൻഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ഹോമിയോപ്പത്തിക് മെഡിസിൻ മാനുഫാക്ചർ ചെയ്യുന്നിടക്ക് വേറെ അതർ സിസ്റ്റത്തിന്റെ മെഡിസിൻസും കാര്യങ്ങളും മാനുഫാക്ചർ ചെയ്യാൻ പാടില്ല.
എപ്പോഴും ഇവിടെ മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ സ്റ്റോറേജിനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും മാത്രമേ അവർക്ക് ഗ്രാൻഡ് ചെയ്യപ്പെടുത്തുള്ളൂ. ഓക്കെ, അതാണ് 85E വരുന്നത്. അടുത്ത 85EA ആണ് ഇൻസ്പെക്ഷൻ ബിഫോർ ദ ഗ്രാൻഡ് ഓർ റിന്യൂവൽ ഓഫ് ലൈസൻസ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇൻസ്പെക്ട് ചെയ്യാൻ ആൾക്കാർ വരും. ബൈ 1 or more ഇൻസ്പെക്ടേഴ്സ് ഉണ്ടായിരിക്കാം. ഓക്കെ, അതാണ് 85EA എന്ന് പറയുന്നത്. EB എന്ന് പറയുമ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇൻസ്പെക്ടർ കൊടുക്കുന്ന റിപ്പോർട്ടാണ് EB വരുന്നത്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്പെക്ടർ എഴുതും എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതിന് കമന്റ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുകയും വേണം ആ റിപ്പോർട്ടിൽ. അതാണ് 85EB വരുന്നത്. അടുത്ത EC എന്ന് പറയുന്നത് ഗ്രാൻഡ് ഓർ റിഫ്യൂസൽ ഓഫ് ലൈസൻസ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒന്നിക്കൽ ഗ്രാൻഡ് ചെയ്യും അല്ലെങ്കിൽ അവർ റിഫ്യൂസ് ചെയ്യും. ഓക്കെ, ആപ്ലിക്കേഷൻസ് അവർക്ക് റിജക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ടാവും. അതാണ് 85EC പറയുന്നത്. EC എന്ന് പറയുന്നത് ഈസി ആയിട്ട് കിട്ടില്ല എന്ന് ആലോചിച്ചാൽ മതി. ഗ്രാൻഡ് ഓർ റിഫ്യൂസൽ ഓഫ് ലൈസൻസ്. ED എന്ന് പറയുന്നത് ഫർദർ ആപ്ലിക്കേഷൻ ആഫ്റ്റർ റിജക്ഷൻ. അഥവാ റിജക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫർദർ ആപ്ലിക്കേഷൻ കൊടുക്കാം. അത് എപ്പോഴും 6 months കൊടുക്കണം. റിജക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോറിറ്റീസിനെ അറിയിക്കാം. അറിയിച്ചതിന് ശേഷം അവർ വീണ്ടും വന്ന് നോക്കിയിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ ആപ്ലിക്കേഷൻ ലൈസൻസ് കൊടുക്കും. ഇത് 6 months ചെയ്യാനാണ് പറയുന്നത് 85ED. എന്നിട്ട് വീണ്ടും അവർക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് 90 days സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പീലിന് പോവാം. അതാണ് 85EE എന്ന് പറയുന്നത്. അതായത് 90 days. ആ ഡേയ്സ് നോളജ് വെച്ചോളൂ. 6 months നമ്മൾ റിജക്ഷന് ശേഷം പോകേണ്ടത്. സ്റ്റേറ്റ് ഗവൺമെന്റ് വീണ്ടും അപ്പീലിന് പോകുന്നത് 90 days പോകണം. അവര് എൻക്വയറിയും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം നിങ്ങൾ കേസ് പ്രസന്റ് ചെയ്യാൻ പറയും. അതാണ് 85EE പറയുന്നത്. അടുത്തത് 85F ആണ്. ഡ്യൂറേഷൻ ഓഫ് ലൈസൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 years ആണ്. അത് 5 years അഥവാ ലൈസൻസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 months റിന്യൂ ചെയ്യണം. അതാണ് 85F എന്ന് പറയുന്നത്, ഡ്യൂറേഷൻ ഓഫ് ലൈസൻസ്. 85G എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് റിന്യൂവൽ ആണ്. ഫോം 20C. ഓക്കെ, 20C സർട്ടിഫിക്കറ്റ് റിമൂവ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്. 25C 26C എന്ത് കൊടുക്കും? ഇഷ്യൂ ചെയ്യും സർട്ടിഫിക്കറ്റ് ഓഫ് റിന്യൂവൽ. ഇനി 85H ആണ്. 85H എന്ന് പറയുമ്പോൾ കണ്ടീഷൻ ഓഫ് ലൈസൻസ് ആണ്. ലൈസൻസ് കൊടുക്കാനുള്ള കണ്ടീഷൻസ് ആണ് പറയുന്നത്. നമ്മൾ 85E പറഞ്ഞ പോലെ തന്നെ പ്രിമൈസസിന്റെ കാര്യങ്ങൾ, സ്റ്റാഫ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കണം. അത് മാത്രമല്ല ഇൻസ്പെക്ടേഴ്സിന് എപ്പോൾ വേണ്ടിക്കലും വന്ന് ഇൻസ്പെക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. എന്തൊക്കെ ഇൻസ്പെക്ട് ചെയ്യാം അവർക്ക്, അവിടെയുള്ള കാര്യങ്ങൾ കൂടാതെ എല്ലാ രജിസ്റ്റേഴ്സും എല്ലാ റെക്കോർഡ്സും അവർ ഇൻസ്പെക്ട് ചെയ്യാം. പിന്നെ അവിടെ എപ്പോഴും എല്ലാത്തിനും സെപ്പറേറ്റ് ബുക്ക് ഉണ്ടായിരിക്കണം. ഒരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ക്രൂഡ് ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ട് അതിൻ്റെ ഐഡന്റിഫിക്കേഷൻസ്, ആൽക്കഹോൾ കണ്ടന്റ്, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള റെക്കോർഡ്സ് എപ്പോഴും കീപ്പ് ചെയ്യണം. ഈ റെക്കോർഡ്സും കാര്യങ്ങളും ഇതിപ്പം ഒരു ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള റെക്കോർഡ്സ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ 5 കൊല്ലം വരെ അത് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്കാർഡ് ചെയ്യാം. അതാണ് 85H പറയുന്നത്, കണ്ടീഷൻ ഓഫ് ലൈസൻസ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ 6 പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, രണ്ടെണ്ണം 67Gയും 67GGയും. 67G പറയുന്നതാണ്, GG പറഞ്ഞ അഡീഷണൽ ഇൻഫോർമേഷൻ. സെയിം ആണ് 85HH. അതായത് G ആണ് 6 വരുന്നുണ്ടെങ്കിൽ 7 വരുമ്പോഴത്തേക്ക് H കേട്ടോ വരുന്നത്. HH additional information to be furnished by an applicant for the license or the license to the അതോറിറ്റി. അഡീഷണൽ ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണുള്ളത്? അതായത് അവരെ പ്രിമൈസസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്ററി എവിഡൻസ് കൊടുക്കണം എന്നാ പറയുന്നത്. ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള അതാണ് 85HH വരുന്നത്. അടുത്ത 85I ആണ് ലാസ്റ്റിലെത്തത്. എന്തായിരിക്കും അത്? ക്യാൻസലേഷൻ അല്ലെങ്കിൽ സസ്പെൻഷൻ ഓഫ് ലൈസൻസ് ആണ്. അഥവാ ക്യാൻസലേഷനോ സസ്പെൻഷനോ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പീൽ പോവാം. ഓക്കെ, 3 മാസമാണ്
ഞാൻ നേരത്തെ ഒരു 90 days പറഞ്ഞിട്ടുണ്ട്, ഒരു 6 month പറഞ്ഞിട്ടുണ്ട്. അത് ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മറ്റേ സസ്പെൻഷനും ക്യാൻസലേഷനും ആണ് ഇത്. പക്ഷെ അങ്ങനെയല്ല, ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 monthനുള്ളിൽ എല്ലാം ശരിയാക്കിയിട്ട് അവരെ കാണിക്കാം. അല്ലെങ്കിൽ 90 daysനുള്ളിൽ നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പീൽ പോകും. ഇത് ക്യാൻസലേഷനും സസ്പെൻഷനും ആണെങ്കിൽ 3 monthനുള്ളിൽ അപ്പീൽ പോകണം സ്റ്റേറ്റ് ഗവൺമെന്റിന്. അത്രയാണ് 85 എന്ന് പറയുമ്പോൾ 6 ആണ് കേട്ടോ, 7 ആണ്. നമ്മുടെ ഹോമിയോപ്പത്തിക് മെഡിസിൻസിന്റെ മാനുഫാക്ചർ റിലേറ്റഡ് ആയിട്ടുള്ളത്. അതാണ് 7 വരുന്നത്. മാനുഫാക്ചർ ഫോർ സെയിൽ ഓർ ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്തിക് മെഡിസിൻ ആണ് 7A വരുന്നത്. 85 തൊട്ടിട്ടാണ് വരുന്നത്. 85A തൊട്ടിട്ട് 85I വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ റിപ്പീറ്റഡായി കേട്ടാൽ മാത്രമേ അത് ഓർമ്മയുണ്ടാവും. അടുത്തത് പാർട്ട് 9 ആണ്. 9A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാബിലിംഗ് ആൻഡ് പാക്കിംഗ് ഓഫ് ഹോമിയോപ്പത്തിക് മെഡിസിൻസ് ആണ്. ലാബിലിംഗ് ആൻഡ് 9A വരുന്നത് കേട്ടോ. ലാബിലിംഗ് ആൻഡ് പാക്കിംഗ് ഓഫ് ഹോമിയോപ്പത്തിക് മെഡിസിൻസ്. അടുത്ത 106A ആണ്. 106A എന്ന് പറയുമ്പം ഹോമിയോപ്പത്തിക് മെഡിസിൻസ് ഷാൽ ബി ഇമ്പോർട്ടഡ്. മാനർ ഓഫ് ലാബിലിംഗ് ഹോമിയോപ്പത്തിക് മെഡിസിൻസ് ആണ്. അത് എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ പറയുന്നത്, ലാബിൽ ചെയ്യേണ്ടത് ഹോമിയോപ്പത്തിക് മെഡിസിൻ എഴുതിയിരിക്കണം, നെയിം ഓഫ് ദ മെഡിസിൻ ഉണ്ടായിരിക്കണം, പൊട്ടൻസി ഉണ്ടായിരിക്കണം, ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരിക്കണം, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ മാനുഫാക്ചർ ഉണ്ടായിരിക്കണം, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ സെല്ലർ ഉണ്ടായിരിക്കണം, ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടായിരിക്കണം, ബാച്ച് നമ്പർ ഉണ്ടായിരിക്കണം, ലൈസൻസ് നമ്പർ ഉണ്ടായിരിക്കണം. ഓക്കെ, ആക്ച്വലി ഇന്ത്യയിലെ റൂളാണ് കേട്ടോ 9A പറയുന്നത്, ലാബ് മാനർ ഓഫ് ലാബിലിംഗ് ഓഫ് ഹോമിയോപ്പത്തിക് മെഡിസിൻസ്. അപ്പൊ 9 എന്തൊക്കെയാണ്? ഹോമിയോപ്പത്തിക് മെഡിസിൻ ആണ് എഴുതിയിരിക്കണം, മെഡിസിന്റെ പേര്, പൊട്ടൻസി, ഇൻഗ്രീഡിയൻസ്, മാനുഫാക്ചറിന്റെയും സെല്ലറിന്റെയും നെയിമും അഡ്രസ്സും, ആൽക്കഹോൾ കണ്ടന്റ് ഒരു 0.30 ml താഴെയാണെങ്കിൽ വേണ്ട എന്ന് പറയുന്നുണ്ട് ആൽക്കഹോൾ കണ്ടന്റ്, ബാച്ച് നമ്പർ, ലൈസൻസ് നമ്പർ. ഇത്രയാണ് 106A പറയുന്നത്. അടുത്ത 106B എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് പെർസെൻറ്റേജ്. അതായത് എപ്പോഴും നമ്മൾ ആൽക്കഹോളിന്റെ ക്വാണ്ടിറ്റി 12%-ന് മുകളിൽ ആവാൻ പാടില്ല എന്ന് പറയുന്നത്. വോളി ബൈ വോളിയാണ്. ഷുഡ് നോട്ട് കണ്ടെയ്ൻ മോർ ദൻ 12%. മോർ ദൻ 30 ml വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, എക്സെപ്റ്റ് ഇൻ ഹോസ്പിറ്റൽസ് ആൻഡ് ഡിസ്പെൻസറി. 30 ml കൂടുതൽ. അതെന്ന് 106B പറയുന്നത്. ഡിസ്പെൻസറിയിലും ഹോസ്പിറ്റൽസിലും നമുക്ക് കൊടുക്കാം 100 ml. അല്ലാണ്ട് വിൽക്കാൻ പാടില്ല, അല്ലാണ്ട് 30 ml മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതാണ് 106B, പ്രൊഹിബിഷൻ ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് പെർസെൻറ്റേജ്. ആൽക്കഹോൾ ക്വാണ്ടിറ്റി 12%, 30 ml കൂടുതൽ വിൽക്കാൻ പാടില്ല, എക്സെപ്ഷൻസ് ഉണ്ട്, ഹോസ്പിറ്റൽസിലും ഡിസ്പെൻസറിയിലും വിൽക്കാം. അതാണ് 106B എന്ന് പറയുന്നത്. അടുത്ത പാർട്ട് 12 ആണ്. 126A സ്റ്റാൻഡേർഡ് ഓഫ് ഒപ്താൽമിക് പ്രിപ്പറേഷൻ ഇൻക്ലൂഡിംഗ് ഹോമിയോപ്പതിക് ഒപ്താൽമിക് പ്രിപ്പറേഷൻസ് ആണ്. അത് ഷെഡ്യൂൾ FF ഓഫ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിൽ വരുന്നതാണ് കേട്ടോ. ഒപ്താൽമിക് പ്രിപ്പറേഷൻ ഹോമിയോപ്പതിക് മെഡിസിൻ ഷെഡ്യൂൾ ഓഫ് FF ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിൽ വരുന്നതാണ്. ഷെഡ്യൂൾ FF 126 ഇത് റൂളിലാണ് ഇത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ഫോർ ഒപ്താൽമിക് പ്രിപ്പറേഷൻ പറഞ്ഞിട്ടുള്ളത്. ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിൽ ഷെഡ്യൂൾ FF ഒപ്താൽമിക് പ്രിപ്പറേഷൻ ഉള്ളത്. റൂള് 126A വരുന്നത്. അതിന് കുറച്ച് എന്താ പറയാ റിലേറ്റഡ് കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ എപ്പോഴും ഇത് സ്റ്റെറൈൽ ആയിരിക്കണം. ഐലോഷൻസ് ആണല്ലോ, സ്റ്റെറൈൽ ആയിരിക്കണം. സബ്സ്റ്റൻസസ് ഉണ്ടായിരിക്കണം. എന്ത് മൈക്രോബിയൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാനുള്ള സബ്സ്റ്റൻസസ് ഉണ്ടായിരിക്കണം. ഫ്രീ ഫ്രം ഫോറിൻ മാറ്റേഴ്സ് ഇതിൽ ഉണ്ടാവാൻ പാടില്ല. ന്യൂട്രൽ ഗ്ലാസ് അല്ലെങ്കിൽ സോഡ ഗ്ലാസ് ഉണ്ടാക്കിയിരിക്കണം ആ ബോട്ടിൽ. 1 month ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 1 monthനുള്ളിൽ ഉപയോഗിക്കാവുന്നതിൽ എഴുതിയിരിക്കണം. പ്രിസർവേറ്റീവ്സ് ഉണ്ടെങ്കിൽ പ്രിസർവേറ്റീവ്സിന്റെ നെയിം എഴുതിയിരിക്കണം. നോട്ട് ഫോർ ഇഞ്ചക്ഷൻ അതിന്റെ മുകളിൽ എഴുതിയിരിക്കണം. ഇൻസ്ട്രക്ഷൻ സ്റ്റോറേജിനെ പറ്റി എഴുതിയിരിക്കണം. വാർണിംഗ് ഒക്കെ അതിൽ എഴുതിയിരിക്കണം. ഇത്രയാണ് ഒപ്താൽമിക് പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്. സ്റ്റെറൈൽ ആയിരിക്കണം. സബ്സ്റ്റൻസസ് മൈക്രോബിയൽ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യാനുള്ള സബ്സ്റ്റൻസസ് ഉണ്ടായിരിക്കണം. ഫ്രീ ഫ്രം ഫോറിൻ മാറ്റേഴ്സ്, മേഡപ്പ് ഓഫ് ന്യൂട്രൽ ഗ്ലാസ് അല്ലെങ്കിൽ സോഡ ഗ്ലാസ് ആയിരിക്കണം. 1 monthനുള്ളിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കണം എന്ന് എഴുതിയിരിക്കണം. പ്രിസർവേറ്റീവ്സിന്റെ നെയിം എഴുതിയിരിക്കണം. നോട്ട് ഫോർ ഇഞ്ചക്ഷൻ എഴുതിയിരിക്കണം.
ഇൻസ്ട്രക്ഷൻ സ്റ്റോറേജ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരിക്കണം. പിന്നെ വാർണിംഗ്. എത്രയാണ്? ഒപ്താൽമിക് പ്രിപ്പറേഷൻ, ഷെഡ്യൂൾ FF, ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്, റൂള് 126 എയിലാണ് വരുന്നത്. അടുത്ത ഷെഡ്യൂൾ K ആണ്. ഷെഡ്യൂൾ A ഫോംസ്, ഷെഡ്യൂൾ FF ഒപ്താൽമിക് പ്രിപ്പറേഷൻ പറഞ്ഞു തന്നെയാണ്. ഷെഡ്യൂൾ M1 ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ് ആൻഡ് റിക്വയർമെന്റ് പ്രൊമൈസസ് ആൻഡ് ക്ലയൻസ് ആൻഡ് എക്യുപ്മെന്റ്സ് ആണ്. ഷെഡ്യൂൾ ഒരു Kയും കൂടി ഉണ്ട് കേട്ടോ. ഷെഡ്യൂൾ K എന്ന് പറയുമ്പോൾ ക്ലാസ് ഓഫ് ഡ്രഗ്സ് വിച്ച് എക്സ്റ്റെന്റ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എക്സംഷൻസ്. ഇതാണ് ഷെഡ്യൂൾ Kയിൽ. അത് ജസ്റ്റ് ഓർത്തു വയ്ക്കാം. ഇത്രയാണ് ലെജിസ്ലേഷൻസ്. ഇത് ആക്ച്വലി നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മെയിൻ ആയിട്ട് നിങ്ങൾ ഒപ്താൽമിക് പ്രിപ്പറേഷൻസ് ഈസിയാണ് ആലോചിക്കാൻ. അതൊറ്റൊരു പോയിന്റ് മാത്രമേ ഉള്ളൂ. പിന്നെ 7ഉം 6ഉം ആ രണ്ട് പാർട്ടും നിർബന്ധമായിട്ടും ഫുള്ളി പഠിച്ചിരിക്കണം, എന്തെങ്കിലും ഒരു കോഡോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട്. ഇത്രയാണ് ലെജിസ്ലേഷൻസ്. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ടോപ്പിക് വെയിറ്റ് ആൻഡ് മെഷേഴ്സ് ആണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ കുറച്ച് ആക്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ഞാൻ മെൻഷൻ ചെയ്തു. ആക്ട് 1940യും റൂൾസ് 1945 ആണ്. പിന്നെ ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡി ആക്ട് ഉണ്ട് 1954. അതിന്റെ റൂള് 1955 ആണ്. ഡ്രഗ് ആൻഡ് മാജിക് റെമഡി ആക്ട് ഞാൻ സ്ലൈഡിൽ മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞു വിടാം. ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡി ആക്ട് 1954, റൂള് 1955. ദ മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ ആക്ട് 1955 സെയിം തന്നെയാണ്. ഡ്രഗ് ആൻഡ് മാജിക് റെമഡി റൂള് വരുന്നത്. ഡേഞ്ചറസ് ഡ്രഗ് ആക്ട് വരുന്നത് 1930, റൂള് വരുന്നത് 1957. ഡേഞ്ചറസ് ഡ്രഗ് ആക്ട് വരുന്നത് 1930, റൂള് വരുന്നത് 1957. ഡ്രഗ് ആൻഡ് പ്രൈസസ് ഓർഡർ 1966 ആണ്. ഹോമിയോപ്പത്തിക് സെൻട്രൽ കൗൺസിൽ ആക്ട് 1973. പിന്നെ ഒരു പോയിസൺ ആക്ട് ഉണ്ട് 1919, അതായത് 1919. ഫാർമസി ആക്ട് 1948. ഇത്രയാണ് കുറച്ച് ആക്ട് ആൻഡ് റെഗുലേഷൻസ്. അതായത് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ഇമ്പോർട്ടന്റ് ആണ്. ഡ്രഗ് ആൻഡ് മാജിക് റെമഡി ആക്ട് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഡേഞ്ചറസ് ഡ്രഗ് ആക്ട്, ഡ്രഗ് പ്രൈസ് ഓർഡർ 1966. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് വെയിറ്റ് ആൻഡ് മെഷേഴ്സ്, ഒരു മെട്രോളജി ആണ്. ഇതില് 3 മെട്രിക് സിസ്റ്റം, ഇംപീരിയൽ സിസ്റ്റം ആൻഡ് അപ്പോത്തറിക് സിസ്റ്റം 3 ഉള്ളത്. ഫസ്റ്റ് വരുന്നത് മെട്രിക് സിസ്റ്റം ആണ്. മെട്രിക് സിസ്റ്റം എന്ന് പറയുന്നത് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് വെയിറ്റ് ആൻഡ് മെഷേഴ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ സെന്റിമീറ്റർ, മീറ്റർ അതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഗ്രാം ഒക്കെ. യൂണിറ്റ് ഓഫ് ലെങ്ത് എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് സിമ്പിൾ ആയിട്ടുള്ളത് ജസ്റ്റ് വായിച്ചു വിടാം. യൂണിറ്റ് ഓഫ് ലെങ്ത് മീറ്റർ, യൂണിറ്റ് ഓഫ് കപ്പാസിറ്റി ലിറ്റർ, യൂണിറ്റ് ഓഫ് വെയിറ്റ് ഗ്രാം. ഇത്രയാണ് മെട്രിക് സിസ്റ്റത്തിൽ വരുന്നത്. അതിൽ 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻⁻² meters അങ്ങനെയൊക്കെ പോയിന്റ്സ് ഉണ്ട്. അതൊക്കെ കോണറ്റ് ഇറങ്ങേണ്ടി ഞാൻ പറയുന്നില്ല. അടുത്ത ഇംപീരിയൽ സിസ്റ്റം ആണ്. ഇംപീരിയൽ സിസ്റ്റം ബ്രിട്ടനിലാണ് മെയിൻ ആയിട്ടുള്ളത്. അതില് കുറച്ച് പോയിന്റ്സ് ആലോചിച്ച് വെക്കാണ് കേട്ടോ. അതായത് വെയിറ്റ്, മാസ് റിലേറ്റഡ് ആയിട്ട് 1 pound എന്ന് പറയുമ്പോൾ 16 ounce ആണ് 7 gram. ടെസ്റ്റില് കുറച്ച് അധികം ഉണ്ട്. ഞാനതിൽ കുറച്ചൊന്ന് എന്താ പറയാ സോർട്ട് ചെയ്തിട്ട് കുറച്ച് പോയിന്റ്സ് ഇതിൽ എഴുതിയതാണ്. 1 pound എന്ന് പറയുമ്പോൾ 16 ounce 7 grain ആണ് വരിക. അപ്പോൾ 1 ounce എന്ന് പറയുമ്പോൾ 437.5 grain ആണ്. ഓക്കെ, അടുത്ത കപ്പാസിറ്റി റിലേറ്റഡ് ആയിട്ട് 1 pint എന്ന് പറയുമ്പോൾ 20 fluid ounce ആണ്. അത് ഈക്വൽ ടു 160 fluid dram ആണ്. 9600 minims ആണ്. ഓക്കെ, 1 pint 20 fluid ounce, 160 fluid dram, 9600 minims. 1 fluid ounce എന്ന് പറയുമ്പോൾ 8 fluid dram, 1 fluid dram എന്ന് പറയുമ്പോൾ 60 minims. ഓക്കെ, 1 fluid ounce 8 fluid dram, 1 fluid dram എന്ന് പറയുമ്പോൾ 60 minims ആണ് വരിക. ഇത്രയാണ് കപ്പാസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ളതാണ് ഇംപീരിയൽ സിസ്റ്റത്തിൽ വരുന്നത്. അടുത്തത് എപ്പോത്തിക്രി സിസ്റ്റം ആണ്. USA ബേസ്ഡ് ആയിട്ടുള്ളതാണ് മെയിൻ ആയിട്ട്. ഇതില് മാസ് എന്ന് പറയുന്നത് 1 pound എന്ന് പറയുമ്പോൾ 12 ounce ആണ്. 1 ounce എന്ന് പറയുമ്പോൾ 8 dram ആണ്. 1 dram എന്ന് പറയുമ്പോൾ 3 scrupules ആണ്. 1 scrupules എന്ന് പറയുമ്പോൾ 20 grain ആണ്. ഓക്കെ, 1 pound 12 ounce, 1 ounce 8 dram, 1 dram 3 scrupules, 1 scrupule 20 grain. അടുത്ത കപ്പാസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ളത് 1 gallon 8 pint, 1 pint 16 fluid ounce,
1 fluid ounce 8 fluid gram, 1 fluid gram 60 minims. ഇത്രയെങ്കിലും അറിഞ്ഞു വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഇതില് 1 minims എന്ന് പറയുന്നത് 0.95 ട്രോയ് ഗ്രെയിൻ ആണ്. അത് ആലോചിക്കണേ. 1 minims ഞാൻ എഴുതിയിട്ടില്ല. 1 minims എന്ന് പറയുന്നത് 0.95 ട്രോയ് ഗ്രെയിൻസ്. ഇതിനെ കുറച്ച് ഡൊമസ്റ്റിക് ആയിട്ട് നമ്മൾ ഹൗസ് ഹോൾഡ് യൂസിനൊക്കെ ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ ആണ്. അതിലും വളരെ ഷോർട്ട് ആക്കിയിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കുറച്ചധികം ഉണ്ട്. അല്ലാണ്ട് ഇതില് 1 ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ 0.6 ml ആണ്. മിനിംസ് പറയുന്നത് 1 ഡ്രോപ്പും 1 മിനിമും ഈക്വൽ ആണ് കേട്ടോ. 1 ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു 1 മിനിം ഈക്വൽ ടു 0.6 ml ആണ് വരിക. 1 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ 4 to 5 ml ആണ് വരിക. 1 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 15 ml ആണ്. പിന്നെ പറയുന്നത് 1 ടീ കപ്പ് എന്ന് പറയുമ്പോൾ 120 ml ആണ്. ഇതിന്റെ ഇടയിൽ കുറച്ച് മെഷർമെന്റ്സ് ഉണ്ട്. 1 ഡെസേർട്ട് സ്പൂൺ എന്ന് പറയുമ്പോൾ 8 ml, അതായത് 1 ടീസ്പൂൺ നേരെ ഡബിള്. 1 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 15 ml. 1 വൈൻ ഗ്ലാസ് എന്ന് പറയുമ്പോൾ 60 ml. 1 ടീ കപ്പ് എന്ന് പറയുമ്പോൾ 120 ml. 1 ടംബ്ലർ ഫുൾ എന്ന് പറയുമ്പോൾ 240 ആണ്. സ്മോള്. ലാർജ് ആണെങ്കിൽ 300 ml ആയിരിക്കും കേട്ടോ. പിന്നെ 100 ഡ്രോപ്സ് 60 മിനിംസ് ആണ്. 100 ഡ്രോപ്സ് എന്ന് പറയുമ്പോൾ 60 മിനിംസ് ആണ്. 1 ഡ്രോപ്പ് 1 മിനിംസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ 5 ml. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതൊരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്നും കൂടി പറഞ്ഞതാണ്. ഇത്രയാണ് മെട്രിക് സിസ്റ്റം. ഇനിയും കുറച്ച് ടോപ്പിക്സ് കവർ അപ്പ് ചെയ്യാനുണ്ട് കേട്ടോ. അതാണ് സ്പീഡ് പോകുന്നത്. ഇത്രയാണ് സ്ലൈഡുകൾ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇനി ചില ടോപ്പിക്സിന്റെ പോയിന്റ്സ് ഞാൻ വായിച്ചു വിടാം. സ്ലൈഡുകൾ ഇല്ല കേട്ടോ അതിൻ്റെ ഒന്നും. നെക്സ്റ്റ് കുറച്ച് ഡോസുകളെ പറ്റിയിട്ടാണ് കേട്ടോ. ഇനി അറിഞ്ഞായിരിക്കും, ഞാൻ ഫാർമസിയിൽ വരുന്നത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. മാക്സിമം ഡോസ് എന്ന് പറയുമ്പോൾ ലാർജസ്റ്റ് പോസിബിൾ ക്വാണ്ടിറ്റി ഓഫ് ഡോസ് ആണ്. അതൊരിക്കലും ഹാംഫുൾ ആയിരിക്കില്ല ഹ്യൂമൻ ലൈഫിന്. അറ്റ് എനി ടൈം ഏത് സമയത്ത് വേണമെങ്കിൽ ഇൻഡിവിജ്വലിന് ഉപയോഗിക്കാൻ പറ്റും. അതാണ് മാക്സിമം ഡോസ് എന്ന് പറയുന്നത്. ലീതൽ ഓർ ഫേറ്റൽ ഡോസ് എന്ന് പറയുമ്പോൾ നാർക്കോട്ടിക് ഡോസ് എന്ന് പറയും. അത് ഡെത്ത് ഓഫ് ദ ലിവിങ് ബീങ് ഉണ്ടാക്കും. അതാണ് ലീതൽ ഡോസ്. ആ ഒരു എമൗണ്ട്. മിനിമം ലീതൽ ഡോസ് എന്ന് പറയുമ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് എമൗണ്ട് എത്രയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ബൂസ്റ്റഡ് ഡോസ് എന്ന് പറയുമ്പോൾ എൻഹാൻസ് ചെയ്യുക, ഇനീഷ്യൽ ഡോസിന്റെ ആക്ഷൻ എൻഹാൻസ് ചെയ്യുന്നതാണ് ബൂസ്റ്റഡ് ഡോസ്. ഫ്രാക്ഷണൽ ഡോസ് എന്ന് പറയുമ്പോൾ ഫുൾ ഡോസിന്റെ ഫ്രാക്ഷൻസിനെയാണ് ഫ്രാക്ഷണൽ ഡോസ് എന്ന് പറയാം. അതൊരു സർട്ടൺ ഇന്റർവെൽ എടുക്കും. ഫിസിയോളജിക്കൽ ഡോസ് എന്ന് പറയുമ്പോൾ നോർമൽ ഫിസിയോളജിക്കൽ ഫംഗ്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റണം ഓഫ് ഡിഫറെന്റ് ഓർഗൻ ഓർ ദ സിസ്റ്റം ഓഫ് ദ ബോഡി. ഓക്കെ. പിന്നെ ഇൻഫിനിറ്റിമൽ ഡോസ് എന്ന് പറയുമ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് ക്വാണ്ടിറ്റി ഡോസ് ആണ് ഉദ്ദേശിക്കുന്നത്. സിംഗിൾ ഡോസ് 1 ഡോസ് അറ്റ് എ ടൈം ആണ്. ഡെയിലി ഡോസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എമൗണ്ട് ഒരു ദിവസത്തിൽ ടോട്ടൽ എമൗണ്ട് എത്ര കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡെയിലി ഡോസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ടോട്ടൽ ഡോസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ amount to be given in a day should not be exceeded. Total dose. Okay. Minimum dose is sufficient to overpower and annihilate the disease. അതാണ് മിനിമം ഡോസ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഹോമിയോപ്പത്തിക് മെഡിസിൻ റിലേറ്റഡ് ആണ് ഈ മിനിമം ഡോസ്. ഇതൊക്കെ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ വായിച്ച് വിടുകയാണ് കേട്ടോ അതൊക്കെ. നെക്സ്റ്റ് വരുന്നത് കുറച്ച് ടെർമിനോളജീസ് ആണ്. നിങ്ങൾക്കൊക്കെ കോമൺ ആയിട്ട് അറിയുന്ന തന്നെയാണ്. നമ്മൾ കോമൺ ആയിട്ടുള്ള കുറച്ച് ലബോറട്ടറി മെത്തേഡിൽ കുറച്ച് ടെർമിനോളജീസ് പറയുന്നില്ലേ, ഈ സെഡിമെന്റേഷൻ, ഡിക്കാന്റേഷൻ, ഫിൽട്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പോയിന്റ്സ് ആണ് കേട്ടോ. സെഡിമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ആണ്. നമ്മളെ സോളിഡ്സ്, ഇൻസോലബിൾ ആയിട്ടുള്ള സോളിഡ്സ് ലിക്വിഡ്സ് റിമൂവ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ. നമ്മളത് സെഡിമെന്റേഷൻ എന്താണ്, കുറച്ച് സമയം നമ്മൾ അവിടെ സെറ്റിൽ ചെയ്യാൻ വെക്കും. അതിനുശേഷം ഒരു വെസലിൽ നിന്ന് മറ്റേ വെസലിലേക്ക് മാറ്റും. സെഡിമെന്റേഷൻ സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് സെപ്പറേറ്റിംഗ് ആൻ ഇൻസോലബിൾ സോളിഡ് ഫ്രം ദ ലിക്വിഡ് വെൻ ആൻ ഇൻസോലബിൾ സോളിഡ് റിമെയിൻ സസ്പെൻഡഡ് ഇൻ എ ലിക്വിഡ്. അതാണ് അതിന്റെ വെസലിൽ അത് സസ്പെൻഡ് ചെയ്യപ്പെടും. എന്നിട്ട് this process of settling is known as sedimentation and the solid that settle at the bottom of the vessel is called sediment. അതിനെയാണ് സെഡിമെന്റേഷൻ എന്ന് പറയാം. എന്താ പറയാ, അതിലേറ്റവും വെസൽസിൽ ഏറ്റവും അടിയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന സെഡിമെന്റ് എന്ന് പറയും.
അടുത്തത് ഡീകാൻറ്റേഷൻ ആണ്. ഡീകാൻറ്റേഷന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് process slowly and carefully pouring out liquids from one vessel to another without disturbing the sediments. അടിയിൽ കിടക്കണ സെഡിമെന്റ്സിനെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് നമ്മൾ ഒരു സൊല്യൂഷന് ഒഴിക്കുന്നതിനെയാണ് ഡീകാൻറ്റേഷൻ എന്ന് പറയുക. ആക്ച്വലി ഇത് ഒരു ക്രൂഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഫാർമസിസ്റ്റിന്റെ മറ്റുമാണെന്ന് തോന്നുന്നു. ഇറ്റ് ഈസ് റൈദർ ക്രൂഡ് മെത്തേഡ് ഓഫ് സെപ്പറേറ്റിംഗ് എ ലിക്വിഡ് ആണ് ഫ്രം ഇറ്റ്സ് ഇൻസോലുബിൾ സോളിഡ് കണ്ടന്റ്. ഓക്കെ, ക്രൂഡ് മെത്തേഡ് ഏതാന്നുള്ളത് അങ്ങനെ എന്തുവാണ് ആ ക്വസ്റ്റ്യൻ കണ്ടത്. അതാണ് ഡീകാൻറ്റേഷൻ എന്ന് പറയുന്നത്. ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ് അതിലൊരു ഫിൽറ്റർ പേപ്പർ എന്നുള്ള വേർഡ് ഉണ്ടാവും. ഫിസിക്കൽ പ്രോസസ് ആണ് സെപ്പറേഷൻ ഓഫ് ലിക്വിഡ്. Process of separation of liquid, a pure solvent or solution containing dissolved substances with the help of filter paper ആണ് ഈ ഫിൽട്രേഷനിൽ വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡീകാൻറ്റേഷൻ. ഡീകാൻറ്റേഷൻ ആക്ച്വലി ഈ കുറച്ച് സെറ്റ് ചെയ്യാൻ സമയമൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ഫിൽട്രേഷൻ റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ ഡീകാൻറ്റേഷൻ കുറച്ചും കൂടി ടൈം കൺസ്യൂമിങ് ആണ്. ബട്ട് ഫിൽട്രേഷൻ കമ്പാരിറ്റീവ്ലി ടൈം ലെസ്, കുറച്ചേ ആവശ്യമുള്ളൂ. പിന്നെ വരുന്നത് ഇവാപറേഷൻ ആണ്. ഇവാപറേഷൻ എല്ലാവർക്കും അറിയാലോ, ചൂടാക്കിയിട്ട് നമ്മൾ ഇവാപറേറ്റ് ചെയ്യുന്നത്. Evaporating liquid slowly from the solution when the solid is left behind as a residue. Distillation ആണ്. ഡിസ്റ്റിലേഷൻ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് പ്യൂരിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഡിസ്റ്റിലേഷൻ ചെയ്യുന്നത്. ഡിസ്റ്റിലേഷൻ ചൂടാക്കിയിട്ട് തണുപ്പിക്കുന്നതാണ് ഡിസ്റ്റിലേഷൻ. അതിൽ ലിബിക്സ് കണ്ടൻസർ എന്നാണ് അപ്പാരറ്റസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫറെന്റ് ഇതുണ്ടാവുമല്ലോ, എന്താണ് പറയാ, ബോയിലിംഗ് പോയിന്റ് ഉള്ളതിന് ഡിഫറെന്റ് ബോയിലിംഗ് പോയിന്റ് ഉള്ള സൊല്യൂഷന് ഡിസ്റ്റിൽ ചെയ്യുന്ന മെത്തേഡിനെയാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുക. അതിന് ഡിഫറെന്റ് അപ്പാരറ്റസ് ഉണ്ടാവും. ഒരു അപ്പാരറ്റസിൽ അതിന്റെ ബോയിലിംഗ് പോയിന്റിന് അനുസരിച്ചിട്ട് ഇത് ഡിസ്റ്റിൽ ചെയ്യപ്പെടും. ഓക്കെ, കണ്ടൻസ് ചെയ്തിട്ട് ഓരോ ഇതില് അത് ലാസ്റ്റ് സെറ്റിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ്സിനെ നേരെ വേപ്പർ ആക്കിയിട്ട് അതിനെ തിരിച്ച് ആദ്യം ലിക്വിഡിലേക്ക് മാറ്റുന്നതാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. അടുത്ത സബ്ലിമേഷൻ ആണ്. സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ SSആലേക്ക് സോളിഡ് ആണ് അതിൽ ഫസ്റ്റ് വരുന്നത്. ഡിസ്റ്റിലേഷനിൽ എപ്പോഴും ലിക്വിഡ് ആണ് വരുന്നത്. സബ്ലിമേഷൻ സോളിഡ് സബ്സ്റ്റൻസസിനെ നമ്മൾ ഡയറക്റ്റ് വേപ്പർ ആക്കി മാറ്റും, ഹീറ്റ് കൊടുത്തിട്ട് വീണ്ടും അതിനെ കൂൾ ചെയ്തിട്ട് എന്താക്കും, സോളിഡ് ആക്കിയിട്ട് തിരിച്ചു മാറ്റും. ഓക്കെ, നമ്മൾ ഡിസ്റ്റിലേഷൻ സാധാരണ നമ്മൾ ലിക്വിഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ബട്ട് സബ്ലിമേഷൻ എക്സാമ്പിൾസ് നമ്മൾ അയഡിനും കാംഫർ അങ്ങനത്തെ സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസിനാണ് നമ്മൾ സബ്ലിമേഷൻ ചെയ്യുന്നത്. എല്ലാ ടൈപ്പ് ഓഫ് സോളിഡ്സിനും നമുക്ക് സബ്ലിമേഷൻ പോസിബിൾ അല്ല കേട്ടോ. പിന്നെ നെക്സ്റ്റ് ക്രിസ്റ്റലൈസേഷൻ ആണ്. നമ്മൾ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സോളിഡ് സബ്സ്റ്റൻസസ് ഉണ്ടാവില്ല ലിക്വിഡിലുള്ള, അതിന് നമ്മൾ എന്താ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ കുറെ ഒരു ക്രിസ്റ്റൽസ് ജോമെട്രിക് ഷേപ്പിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുമല്ലോ. ആ പ്രോസസ്സിനെയാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയും. അതിൽ ജോമെട്രിക് ഷേപ്പിലുള്ള പാർട്ടിക്കിൾസിനെ ക്രിസ്റ്റൽസ് എന്ന് പറയും. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് ഡിസ്റ്റിലേഷനും സബ്ലിമേഷനും ആണ്. ബാക്കിയൊക്കെ കുറച്ചും കൂടി ഈസിയാണ് ഓർക്കാൻ. ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് സബ്സ്റ്റൻസ് ഡയറക്റ്റ്ലി ഇട്ട് വേപ്പർ ആക്കി മാറ്റി ഹീറ്റ് ചെയ്തിട്ട് അഗെയിൻ റീകൺവേർട്ട് ചെയ്യുന്നുണ്ട്, കൂൾ ചെയ്തിട്ട് ലിക്വിഡ് ആക്കിയിട്ട്. ജനറലി ലിക്വിഡ് സബ്സ്റ്റൻസസിനാണ് നമുക്ക് ഡിസ്റ്റിലേഷൻ ചെയ്യാൻ പറ്റുക. എന്ത് ടൈപ്പ് ഓഫ് ലിക്വിഡ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്റ്റിലേഷൻ ചെയ്യാൻ പറ്റും. ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും ഡിസ്റ്റിലേഷനിൽ. സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താ ചെയ്യാ, നമ്മൾ സോളിഡിനെയാണ് നേരെ പോയിട്ട് വേപ്പർ ആക്കുന്നത്, അതിന്റെ റിട്ടേൺ ചെയ്യിപ്പിക്കും, കൂൾ ചെയ്തിട്ട് സോളിഡ് ആക്കും. ഇതിൽ നമുക്ക് എല്ലാ സോളിഡ് സബ്സ്റ്റൻസിനെ ഒരിക്കലും നമുക്ക് സബ്ലിമേഷൻ വഴി ചെയ്യാൻ പറ്റില്ല. അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ അയഡിനും കാംഫറൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയാണ് കുറച്ച് ടെർമിനോളജി, അതായത് നമ്മളെ എന്താ പറയാ ലബോറട്ടറി മെത്തേഡ്സ് ആൻഡ് ടെക്നിക് റിലേറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ ക്ലെൻസിങ് ഇല്ലേ, ക്ലെൻസിങ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് ഞാൻ വായിച്ചു വിടാം. ക്ലീനിങ് റിലേറ്റഡ് ആയിട്ടുള്ളത്, നമ്മൾ എപ്പോഴും ഒരു പുതുതായിട്ടുള്ള ഒരു യൂട്ടൻസിൽ എടുക്കുമ്പോൾ വാഷ് ചെയ്തിരിക്കണം. ആഫ്റ്റർ യൂസും ബിഫോർ യൂസും വാഷ് ചെയ്തിരിക്കണം, ആഫ്റ്റർ യൂസും വാഷ് ചെയ്തിരിക്കണം.
പിന്നെ ഗ്ലാസ് വെസൽസും കാര്യങ്ങളൊക്കെ സ്റ്റെയിനും ഡേർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ HCl അല്ലെങ്കിൽ HNO3 aqua regia concentrated solution of potassium bichromate concentrate H2SO4 ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഒന്നിക്കൽ HCl HNO3 aqua regia ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് കോൺസെൻട്രേറ്റ് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം ബൈക്രോമേറ്റ് കോൺസെൻട്രേറ്റ് H2SO4 ഇത്രയാണ് നമ്മുടെ ഗ്ലാസ് വെസൽസിന് എന്താ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഓർഡിനറി ക്ലീനിങ് ആണെങ്കിൽ നമുക്ക് സോഡ ആൻഡ് ഹോട്ട് വാട്ടർ ഉപയോഗിച്ച് ചെയ്യാം. പിന്നെ ഗ്രീസി ഓയിലി മാറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകിൽ മെത്തിലേറ്റഡ് സ്പിരിറ്റ്, ഈതർ ക്ലോറോഫോം, ബെൻസിൻ ഇത്രയും കാര്യങ്ങൾ ഉപയോഗിക്കാം. ഗ്രീസി ഓയിലി മെറ്റീരിയൽസ് ആണെങ്കിൽ മെത്തിലേറ്റഡ് സ്പിരിറ്റ്, ഈതർ ക്ലോറോഫോം ഓർ ബെൻസിൻ ഉപയോഗിക്കാം. മെറ്റൽസ് നമ്മൾ വെസൽസും കാര്യങ്ങളൊക്കെ മെറ്റൽസ് ആണെങ്കിൽ ഒരിക്കലും അത് ആസിഡ്സ് വെച്ചിട്ട് വാഷ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഓക്കെ, വെസൽസ് മെയ്ഡ് വിത്ത് മെറ്റൽസ് ആണെങ്കിൽ നെവർ ബി വാഷ്ഡ് വിത്ത് ആസിഡ്സ് ആണ്. അയേൺ സ്റ്റീലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും അത് എന്ത് ചെയ്തിരിക്കണം, ഡ്രൈഡ്, അതായത് തുരുമ്പ് പിടിച്ച് റെസ്റ്റിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഡ്രൈഡ് ആയിട്ട് ക്ലോത്ത് കൊണ്ട് അത് തുടച്ചിട്ട് വെക്കണം. അല്ലെങ്കിൽ ഡ്രൈഡ് വിത്ത് ക്ലീൻ ക്ലോത്ത് ആൻഡ് ആൽക്കഹോൾ. ഇതാണ് അയേൺ സ്റ്റീൽ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ടു പ്രിവെന്റ് റസ്റ്റിംഗ്. ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ്. ഇനിയും കുറച്ച് ചെറിയ ചെറിയ ടോപ്പിക്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചിട്ട് മനസ്സിലാക്കുക കേട്ടോ. 5 ക്ലാസ് കൊണ്ട് ഫാർമസി കംപ്ലീറ്റ് ആവും. ഓൾമോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഞാൻ കവർ അപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഒരു ഡോക്ടർ ഡൗട്ട് ചോദിച്ചായിരുന്നു, നമ്മളെ 50 മില്ലിസിമൽ സ്കെയിലിന്റെ വേറെ പേര് ചോദിച്ചിട്ട്. അത് പെട്ടെന്ന് എനിക്ക് ടെർമിനോളജി ഓർമ്മയുണ്ടായില്ല. ഓപ്ഷൻസിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 50 മില്ലിസിമൽ ഓർമ്മയുണ്ടാവും. ഞാൻ നോക്കിയിട്ടുണ്ട്. 50 മില്ലിസിമൽ സ്കെയിലിന്റെ പേര് മെഡിക്കാമെന്റ് ഓ ഗ്ലോബ്യൂൾ എന്നാണ്. AU ആട്ടോ, ഗ്ലോബ്യൂൾ എന്നാണ് 50 മില്ലിസിമലിന്റെ സ്കെയില് പേര് പറയുന്നത്. സെന്റിസിമൽ സ്കെയിലിന് മെഡിക്കാമെന്റ് എ ലാ ഗോട്ട്, GOUTTE. ഓക്കെ, ഗൗട്ട് എന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടു പേരും 50 മില്ലിസിമലിന്റെ ആണ് ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുള്ളത്. മെഡിക്കാമെന്റ് ഓ ഗ്ലോബ്യൂൾസ്. ഓക്കെ, പിന്നെ 50 മില്ലിസിമൽ സ്കെയിലിന് ആക്ച്വലി ഗ്ലോബ്യൂൾ മെത്തേഡ് എന്നും പറയും, സെന്റിസിമൽ സ്കെയിലിന് ഡ്രോപ്പ് മെത്തേഡ് എന്നും പറയും. അത് കഴിഞ്ഞ ക്ലാസ്സിന്റെ ഡൗട്ട് ആയിരുന്നു. പിന്നെ ഡോക്ടർ എന്തോ ആൽക്കഹോൾ. ഡോക്ടർ, ഇപ്പൊ CM-നും 50 മില്ലിസ്മെല്ലേ ഉള്ളൂ, ഡിസ്മെല്ലില്ല അല്ലേ ഇങ്ങനത്തെ ടെർമിനോളജി? ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടില്ല ഡോക്ടറെ. ഞാൻ മണ്ടലും മറ്റേ ബാനർജി നോക്കി. ഈ രണ്ട് ടെസ്റ്റിൽ ഇത്രേ കണ്ടുള്ളൂ. സെന്റിസിമൽ 50 കൊടുത്തിട്ടുള്ളൂ. ഓക്കെ ഡോക്ടർ, താങ്ക് യു. പിന്നെ ഡോക്ടർ എന്തോ ആൽക്കഹോൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഡിസ്പെൻസിങ് ആൽക്കഹോൾ എന്തോന്ന് ചോദിച്ചായിരുന്നു. ജെമ്പിംഗ് പൊട്ടൻസിയിലെ ഡോക്ടർ സ്ലൈഡിൽ ഇല്ലാത്തൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസ്റ്റിൽഡ് ആൽക്കഹോൾ ആണോ യൂസ് ചെയ്യുന്നത്, അങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയായിരുന്നു. ജെമ്പിംഗ് പൊട്ടൻസി ചെയ്യുന്ന ആൽക്കഹോളിന്റെ ക്ലാസിഫിക്കേഷൻ ലിക്വിഡ് വെഹിക്കിൾ പറയുന്ന സമയത്ത് ഡിസ്റ്റിൽഡ് ആൽക്കഹോൾ ഈസ് യൂസ് ഫോർ ജെമ്പിംഗ് പൊട്ടൻസി ആ ഒരു സമയം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ലൈഡിൽ ഞാൻ നോക്കി, സ്ലൈഡിലില്ല, ഡോക്ടർ അല്ലാണ്ട് പറഞ്ഞതാ. പക്ഷെ അത് പിന്നെ എനിക്ക് ആലോചിച്ചിട്ട് ഓർമ്മയില്ല. അത് ഏതിലാ ജമ്പിംഗ് പൊട്ടൻസി എന്നാണ് പറഞ്ഞത്? എനിക്കത് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ആൽക്കഹോളിന്റെ വെഹിക്കിൾസ് പഠിപ്പിക്കുന്ന ദിവസം പറഞ്ഞതാ ഡോക്ടറെ. വെഹിക്കിൾസ് ആൽക്കഹോളിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞ സമയം ഡിസ്റ്റിൽഡ് ആൽക്കഹോൾ പറഞ്ഞപ്പം പറഞ്ഞതാ. ഡിസ്റ്റിൽഡ് ആൽക്കഹോളിനെ പറഞ്ഞത്. അത് ഏത് ആൽക്കഹോൾ ആണ് യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് മറന്നു. അതാണോ എന്നൊരു ഡൗട്ടാ എനിക്ക്. ഡോക്ടറെ, പിന്നെ സബ് ഫിസിയോളജിക്കൽ ഡോസ് അതൊരു ക്വസ്റ്റ്യനിൽ കണ്ടായിരുന്നു. ആണോ? ഞാൻ അശോക് സാറിന് ഷെയർ ചെയ്യാം ക്വസ്റ്റ്യൻ. ഓക്കെ, ഷെയർ ചെയ്തോളൂ. ഓക്കെ.